ഇല്ല, അത് സമയമുണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ എന്ത് തീരുമാനിക്കണമെന്നുള്ളത് കൂട്ടായ ആലോചനയിലൂടെ ചെയ്യേണ്ട കാര്യമാണ്. ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല. കെ സുധാകരനോട് ഞാൻ ഇന്നലെ സംസാരിച്ചു. അദ്ദേഹം തിങ്കളാഴ്ച ഡൽഹി വരും, എല്ലാവരോടും സംസാരിക്കും. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. UDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. ഞങ്ങൾ ഇത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രഖ്യാപനം നേരത്തെ തന്നെ വരുമെന്നാണ് കരുതിയത്. സാധാരണഗതിയിൽ മാർച്ച് 1 ഫസ്റ്റ് വീക്കിൽ വരേണ്ടതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ താമസിച്ചതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പ് അനൗൺസ്മെൻറ്റ് താമസിച്ചതാണ്. തെരഞ്ഞെടുപ്പ് എപ്പോൾ അനൗൺസ് ചെയ്താലും അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റാണ്. കേരളവും സെറ്റാണ്, ഞങ്ങൾ സെറ്റാണ്. ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുമ്പം ഈ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും മത്സര രംഗത്തേക്ക് വരണമെന്ന ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. അല്ല, അത്തരം കാര്യങ്ങൾ ഞാനല്ല തീരുമാനിക്കേണ്ടത്, കേരളത്തിലുമല്ല തീരുമാനിക്കേണ്ടത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. MP-മാർ മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ഇതുവരെ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. കോൺഗ്രസിൽ കെ സുധാകരനാണെങ്കിൽ അങ്ങയുടെ നാടായ ആലപ്പുഴയിൽ ജി സുധാകരനാണ് പ്രശ്നം. അവിടെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുമോ കോൺഗ്രസ്? അല്ല, അതിനെപ്പറ്റി ഞങ്ങൾ UDF-ലെ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് വൈകാതെ ഒരു തീരുമാനം അക്കാര്യത്തിൽ എടുക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ഇന്ന് കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാണ്. ഇപ്പം അവസാനത്തെ ക്യാബിനറ്റിൽ വെറുതെ തീരുമാനങ്ങളെടുത്തു. ഇതൊന്നും നടപ്പാക്കാനല്ല, ആളുകളെ കളിപ്പിക്കാനാണ്. ഈ കഴിഞ്ഞ 2-3 ക്യാബിനറ്റ് എടുത്ത് നോക്കിയാൽ എല്ലാ തീരുമാനങ്ങളും എടുത്തു. കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത എല്ലാ തീരുമാനങ്ങളും 2 ക്യാബിനറ്റിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനമെടുക്കുകയാണ്. ഇതൊന്നും നടപ്പാക്കാനല്ല, തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആളുകൾക്ക് മുഴുവൻ ഭൂമി വധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലും വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് ആയതോടുകൂടിയാണ് 2-3 പേജ് പരസ്യം, ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ. കാരണം ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്നറിയാമല്ലോ. ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു, പുതിയ ഗവൺമെൻറ് വരും. അപ്പോൾ ഇതൊന്നും തങ്ങൾക്ക് നടപ്പാക്കേണ്ടി വരില്ല. ഇപ്പം പ്രഖ്യാപനം നടത്താനും ക്യാബിനറ്റ് തീരുമാനിക്കാനും ഉള്ള ധൃതിയാണ് ഗവൺമെൻറ്. ഒരു ദിവസം തന്നെ, ഒരാഴ്ച തന്നെ 2-3 ക്യാബിനറ്റ് കൂടുകയാണ്. അപ്പോൾ ഇതൊക്കെ ആളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ്. ഇതിലൊന്നും കേരളത്തിലെ ജനങ്ങൾ വീടില്ല. ഈ ഭരണം മാറണം എന്നുള്ള ആഗ്രഹം മുഴുവൻ ജനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് സത്യം. RJD പോലുള്ള ചില കക്ഷികൾ LDF-ൽ അസംതൃപ്തരായി മുന്നണി വിടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ ഈ അവസാന ഘട്ടത്തിൽ UDF സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതൊന്നും ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളെ സമീപിച്ചിട്ടുമില്ല. ഒരിക്കലുമില്ല. സ്ഥാനാർത്ഥികളാവാൻ ധാരാളം ആളുകൾ കോൺഗ്രസ്സിലുണ്ടാവും, UDF-ലുണ്ടാവും. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു മനസ്സോടെ ആ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി പ്രവർത്തിക്കും. ഇല്ല, അത് സമയമുണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ എന്ത് തീരുമാനിക്കണമെന്നുള്ളത് കൂട്ടായ ആലോചനയിലൂടെ ചെയ്യേണ്ട കാര്യമാണ്. UDF കൂട്ടായി ആലോചിക്കും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും ആലോചിച്ച് തീരുമാനിക്കും. അല്ല, അദ്ദേഹം എല്ലാവരോടും സംസാരിച്ചു. എന്ത് വേണമെന്നുള്ള അതും ആലോചിക്കേണ്ട കാര്യമാണ്. ആയിട്ടില്ല, തീരുമാനിക്കേണ്ടി വരും. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തവണയും ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഒരു അതൃപ്തികൾ പരസ്യമായി തന്നെ വരാറുണ്ട്. ഇത്തവണ അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും നടക്കുക? അല്ല, ഇത്തവണ ഏറ്റവും കൂടുതൽ പരസ്യമായിട്ടുള്ള എതിർപ്പുണ്ടായ CPM-ൽ നിന്നാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ CPM-ലാണ് ഇപ്പോൾ കൂട്ടയടിയും പ്രതിസന്ധിയും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ CPM ഒരു വൻ തകർച്ചയെ നേരിടുകയാണ്. ഓരോ നേതാക്കന്മാർ പാർട്ടി വിടുകയാണ്. പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടി വിടുകയും പാർട്ടിക്കെതിരായി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബംഗാളിലെ പാർട്ടിയുടെ നിലയിലേക്ക് തുടർഭരണം അവരെ എത്തിക്കുകയാണ്.
ഈ ചില സഭകളും സമുദായങ്ങളും ഒക്കെ UDF-ന് മുന്നിൽ ഡിമാൻഡ് വെക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ആർക്ക് വേണമെങ്കിലും UDF-നോട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയാണ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് സൈറ്റുകൾ തീരുമാനിക്കുന്നത്. പക്ഷെ ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഡിമാൻഡുകൾ പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ട്. മറ്റ് പല പാർട്ടികളോടും അതില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല. പക്ഷെ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന്. ഇല്ല അങ്ങനെയൊന്നും വിജയസാധ്യതയെ ബാധിക്കുന്ന ഇല്ല. അങ്ങനെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ കെ സുധാകരനോട് സംസാരിച്ചു. അദ്ദേഹം തിങ്കളാഴ്ച ഡൽഹി വരുന്നുണ്ട്. അദ്ദേഹം ഞങ്ങൾ സംസാരിക്കും. ഈ സുധാകരൻ വഴങ്ങുന്ന ഒരു സുധാകരൻ്റെ കാര്യം ചോദിച്ചു. ശരി, അല്ല, കെ സുധാകരനോട് ഞാൻ ഇന്നലെ സംസാരിച്ചു. അദ്ദേഹം തിങ്കളാഴ്ച ഡൽഹി വരും, എല്ലാവരോടും സംസാരിക്കും. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റ കാര്യം, കേരളത്തിൽ ഒരു അരിങ്കൊല ഇന്നലെ പട്ടാപ്പകൽ ഒരു ഗുണ്ടയെ വെട്ടിക്കൊലപ്പെടുത്തിട്ട് ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അല്ല, ഗുണ്ടകളൊക്കെ നാട്ടിലിറങ്ങിയ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും തമ്മിലടിക്കുകയും വെട്ടിമരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ക്രമസമാധാന നില തന്നെ തകർന്നിരിക്കുകയാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഗുണ്ടകൾ നാട് മുഴുവൻ വിലസുകയാണ്. ഒരു ഗുണ്ടയും പിടിക്കാൻ ഇവിടെ ആളില്ല. അപ്പോൾ പോലീസ് ഭരണത്തിൻ്റെ നിർവീര്യതയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിടത്ത് മാത്രമല്ല, കേരളത്തിലൊട്ടാകെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണത്തിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരുമാണ്. ഇവരെ നിയന്ത്രിക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ പോലീസില്ല. ഇതാണ് പോലീസ് ഭരണത്തിൻ്റെ ഗതികേട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.